ഈ ബദരീങ്ങളുടെ പേരിന് വല്ല മഹത്വം ഉണ്ടോ എന്ന് പലരും ചോദിച്ചു. ബദരീങ്ങൾ എന്ന് പറയുന്ന ആ വ്യക്തികൾക്കൊക്കെ ഒരുപാട് മഹത്വമുണ്ടെന്നറിയാം. പക്ഷേ ഈ ബദരീങ്ങളുടെ ഓരോ പേരുണ്ടല്ലോ, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത 313 പേരുടെ ആളുകളുടെ പേരുകൾ, അതിന് വലിയ മഹത്വം ഉണ്ടോ? ഉണ്ട്, ഒരുപാട് മഹത്വമുണ്ട്. എന്താണ് ആ മഹത്വം? വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. കൂട്ടത്തിൽ ബദർ മൗലിദ് നമ്മളെല്ലാവരും ഓതുന്നവരാണ്. എനിക്ക് ബദർ മൗലിദിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ? അതിൻ്റെ കാരണം ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. കൂട്ടത്തിൽ ബദർ മൗലിദിന്റെ ആദ്യത്തെ ഹിക്കായത്തും അതിൻ്റെ ബൈത്തും പിന്നെ അവസാനത്തെ നമുക്ക് തവസ്സുൽ ബൈത്തും ഇൻഷാ അല്ലാഹ് ബറക്കത്തിന് വേണ്ടി നമുക്ക് ഇന്ന് ഓതാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളോടൊപ്പം നമ്മളെല്ലാവരെയും സ്വർഗ്ഗത്തിൽ ചേർക്കട്ടെ. ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണണം, മറ്റുള്ളവർക്ക് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. കൂട്ടത്തിൽ നമ്മൾ ചൊല്ലിയിരിക്കേണ്ട മഹാന്മാരായ ബദരീങ്ങൾ ചൊല്ലിയ 5 ദിക്റുകൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച് നമുക്ക് ഇന്നു തൊട്ട് ചൊല്ലാം. ആ ബദരീങ്ങൾക്ക് കിട്ടിയ വിജയം പോലെ അള്ളാഹു നമുക്കും ആ വിജയം തരട്ടെ. ഏതാണ് ആ ദിക്ർ? കേട്ടോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സ്നേഹ ബഹുമാന ആദരവുകൾ കൊണ്ട് അനുഗ്രഹീതരായ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സ്പെഷ്യലായി നമ്മൾ പറയുന്നത് ബദർ യുദ്ധം എന്താണ്, അന്ന് എന്തൊക്കെയാണ് നടന്നത്, വിശാലമായ ചർച്ച കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ. യൗമുൽ ഫുർഖാൻ, സത്യാസത്യ വിവേചനം നടന്ന ദിവസമെന്നാണ് പരിശുദ്ധമായ ഖുർആൻ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. 15 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ കരങ്ങൾ ഉയർത്തി 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 നബിതങ്ങളുടെ കക്ഷത്തിന്റെ വെളുപ്പ് കാണുന്ന തരത്തിൽ കൈകൾ ഇങ്ങനെ ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് ഇങ്ങനെ ദുആരക്കുന്നുണ്ട്. യാ ഹയ്യു യാ ഖയ്യൂം എന്നൊക്കെ പറഞ്ഞ നബിതങ്ങൾ ദുആരക്കുന്ന ദുആ നമുക്ക് കിതാബുകളിൽ കാണാൻ പറ്റും. കാരണം 1000-ലധികം വരുന്ന ശത്രു സൈന്യം അവർ മുമ്പിൽ നിൽക്കുകയാണ്. അത് വെറും എല്ലും തോലുമായ കുറച്ച് സ്വഹാബിമാർ 313 പേർ. അവരെ ഈ 313 പേരുടെ ഇരട്ടിയുടെ ഇരട്ടി 2 ഇരട്ടിയാണ് അപ്പുറത്ത് ശത്രുക്കൾ നിൽക്കുന്നത്. അവർക്ക് കഴിക്കാൻ ഇഷ്ടം പോലെ ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്, അതുപോലെ തന്നെ ആട്ടും പാട്ടും മദ്യവും മദിരാശിയൊക്കെ ആയിട്ട് അവരിങ്ങനെ കഴിയുകയാണ്. ഇവിടെ 313 പേര് പട്ടിണി കോലങ്ങളാണ്. ആ സമയത്താണ് നബി തങ്ങൾ നല്ല രൂപത്തിൽ ദുആരക്കുന്നത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെയ്ത ദുആയുണ്ട്, നബി തങ്ങൾ പറഞ്ഞ ദിക്റുണ്ട്, അതുപോലെ തന്നെ ആ 313 സ്വഹാബിമാർ പറഞ്ഞ സുന്ദരമായ ദിക്റുകളുണ്ട്. ആ ദിക്റുകളുടെയൊക്കെ ബലത്തിലാണ് അവരുടെ ദുആ അല്ലാഹു തആല സ്വീകരിച്ച് ആ യുദ്ധം അല്ലാഹു തആല വിജയിപ്പിച്ചു കൊടുക്കുന്നത് അല്ലെ. ബദറിൽ ബദരീങ്ങൾ വിജയിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് അവരുടെ ആത്മാർത്ഥമായ ദുആയും അവരുടെ തവക്കുലും. ആ ബദരീങ്ങൾ അവിടെ ചെയ്ത 5ഓളം ദുആകൾ നമുക്ക് കിതാബുകളിൽ കാണാം. ഒന്നാമത്തേത് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ എന്ന് പറഞ്ഞു എന്നാണ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. എന്താണ് പറഞ്ഞത്? ഒന്ന് പറഞ്ഞേ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഇതിങ്ങനെ ആവർത്തിച്ചു പറഞ്ഞുവെന്നാണ്. ഈ ദുആയും നമ്മളും പറയണേ, ഈ തസ്ബീഹ് നമ്മളും പറയണേ. പിന്നെ അവർ പറഞ്ഞു യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം. അല്ലാഹുവിന്റെ ഇസ്മുൽ അഅ്ലമാണെന്ന് പോലും അഭിപ്രായമുള്ള ഈ 2 ഇസ്മുകൾ അവർ ഇങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞു എന്നാൽ പിന്നെ അവർ പറഞ്ഞു സ്വഹാബിമാര് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. ചില സ്വഹാബിമാരുടെ കയ്യിൽ ഈത്തപ്പനയുടെ ഓലയായിരുന്നു, ഈത്തപ്പനത്തടി, അതുപോലെ ഈത്തപ്പനയുടെ ഓലയുടെ മടലായിരുന്നു വാളായി അവർ ഉപയോഗിച്ചു. കാരണം വേറെ ഒന്നുമില്ല അവരുടെ കയ്യിൽ. അപ്പോഴും അവർ പറഞ്ഞത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, ഞങ്ങൾക്ക് ഇത് മതി റബ്ബേ, ഇത് മതി റബ്ബേ എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ദിക്റാണ് അവരിങ്ങനെ ഉറക്കി പറഞ്ഞത്. പിന്നെ അവർ പറഞ്ഞു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അല്ലാഹ്, ഞങ്ങൾക്കൊരു കഴിവുമില്ല, എല്ലാ കഴിവും നിന്റെ അടുക്കലാണ് റബ്ബേ, എല്ലാം നിന്റെ അടുക്കലാണ് അല്ലാഹ് അല്ലേ. ഒരു കഴിവ് ഞങ്ങൾക്കില്ല, നീ തരുന്ന കഴിവാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഇതും അവർ പറഞ്ഞു നാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഈ ബദരീങ്ങൾ ആവർത്തിച്ചു പറഞ്ഞ ഈ 5 ദിക്റുകളുണ്ട്. ഒന്നാമത്തേത് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. അതുപോലെ യാ ഹയ്യു യാ ഖയ്യൂം. മൂന്നാമത്തേത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുപോലെ തന്നെ 4-മത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹ്.
അഞ്ചാമത്തേത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. സുന്ദരമായ ഈ ദിക്റുകൾ, സുന്ദരമായ ഈ തസ്ബീഹുകൾ നമ്മൾ അധികരിപ്പിക്കണേ. അധികരിപ്പിച്ചാൽ ഇൻഷാ അല്ലാഹ് ഒരുപാട് നേട്ടങ്ങളാണ്, ഒരുപാട് പ്രതിഫലങ്ങളാണ് നമുക്കും അല്ലാഹു വിജയം തരുന്നതാണ്. അല്ലാഹു നമുക്ക് വിജയം തരട്ടെ. പിന്നെയോ ആ സ്വഹാബിമാര്, അള്ളാഹുവേ അത്ഭുതമാണ് ബദരീങ്ങൾ, അത്ഭുതമാണ് ബദരീങ്ങൾ. ആ ബദരീങ്ങളെ പറ്റി ഇന്ന് അസർ നമസ്കാരത്തിന് ശേഷം മിക്ക പള്ളികളിലും, നമ്മുടെ പള്ളിയൊക്കെ ഉൾപ്പെടെ മിക്ക പള്ളികളിലും അസർ നമസ്കാരം കഴിഞ്ഞ് ബദർ മൗലൂദ് ഓതി പ്രത്യേകമായിട്ട് ദുആ ചെയ്യും. യാസീൻ ഓതിയൊക്കെ ദുആ രക്കും. ഉമ്മമാരെ പ്രത്യേകിച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നത്തെ ഈ ഒരു മജ്ലിസിൽ നമ്മൾ അവസാനം ബർക്കത്തിന് വേണ്ടി ബദർ മൗലിദിന്റെ ആദ്യത്തെ ഹിക്കായത്ത് നമ്മൾ ഓതുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും പങ്കെടുക്കുക. പിന്നെ ബദർ മൗലിദിന്റെ ആദ്യത്തെ ഹിക്കായത്തും അതുപോലെ തന്നെ അവസാനത്തെ സ്വലാത്തുല്ലാ സലാമുല്ലാ എന്നുള്ള ആ ഒരു ബൈത്തും നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കത് പറയാം. എല്ലാവരും ഒന്നിച്ച് ചൊല്ലണം. പിന്നെയോ ഈ ക്ലാസ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്ന ഈ ക്ലാസ്സിൽ പറയുന്ന ഈ മൗലിദിന്റെ ഈരടികൾ, മൗലിദ് പാരായണം നിങ്ങൾ ആവർത്തിച്ച് ഇന്നത്തെ അസറിന് ശേഷം മഗ്‌രിബിന് ശേഷമൊക്കെ കേൾക്കാൻ പറ്റിയാൽ ഏറ്റവും ഖൈറാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ബദർ മൗലിദിനെ പറ്റി പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം എന്താണെന്നറിയോ? ഇപ്പോൾ എൻ്റെ പേര് അർഷദ് എന്നാണ്. എൻ്റെ പേരിന്റെ കൂടെ ഞാനൊരു ഡിഗ്രി ചേർത്തിട്ടുണ്ട്. അതേതാണ്? ബദരി എന്ന ഡിഗ്രിയാണ്. അതായത് ഈ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബിമാർക്ക് പറയുന്നത് ബദരിയായ സ്വഹാബി എന്നാണ്. അതായത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബി എന്നാണ്. ആ ബദരീങ്ങളോടൊപ്പമുള്ള ആ ഒരു പേരാണ് എനിക്കുള്ളത്. അൽഹംദുലില്ലാ, അർഷദ് ബദരി എന്നാണ് എൻ്റെ പേര്. അൽഹംദുലില്ലാ, അല്ലാഹു തആല നമ്മളെല്ലാവരെയും ബദരീങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ കടത്തട്ടെ. ഞാൻ പഠിച്ച സ്ഥാപനത്തിന്റെ പേര് ജാമിഅ ബദരിയ അറബി കോളേജ് എന്നാണ്. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ പിഴയ്ക്കാപ്പള്ളിയിലുള്ള ജാമിഅ ബദരിയ അറബി കോളേജിലാണ്. അപ്പോൾ ജാമിഅ ബദരി അറബി കോളേജിൽ ഞാൻ പഠിച്ചു. 7 വർഷം അവിടെ പഠിച്ചു. എനിക്ക് കിട്ടിയ സനദിന്റെ പേര് ബദരി എന്ന സനദാണ്. അതിനുശേഷം പിന്നെ തിരുവനന്തപുരത്തുള്ള ജാമിയ മഞ്ഞാനിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ 2 വർഷം പഠിച്ചു. അവിടെ നിന്ന് കിട്ടിയ ഡിഗ്രിയാണ് മഞ്ഞാനി എന്ന ഡിഗ്രി. എന്തുവാട്ടെ, ഞാൻ ചുമ്മാ സൂചിപ്പിച്ചു എന്ന് മാത്രം. നമ്മുടെ വിഷയം അതല്ല. പറഞ്ഞു വന്നത്, എൻ്റെ പേരിൽ ബദരി ഉണ്ട്. ഞാൻ പഠിച്ച സ്ഥാപനം ബദരി എന്ന സ്ഥാപനമാണ്. എൻ്റെ വീട്ടുപേര് ബദരിയ മൻസിൽ എന്നാണ്. അപ്പോൾ മാത്രമല്ല, ഈ ബദർ മൗലൂദ് ഉണ്ടല്ലോ, ഈ ബദർ മൗലൂദ് എഴുതിയല്ലോ, ഈ ബദർ മൗലൂദ് ആരെങ്കിലും എഴുതണമല്ലോ. എഴുതിയത് ഷെയ്ഖുന വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ എന്ന മഹാപണ്ഡിതനാണ്. മഹാനവറുകൾ രചിച്ചതാണ് ഈ ബദർ മൗലൂദ്. എവിടെ വെച്ച്? ഞാൻ മരിച്ചാൽ, എൻ്റെ വാപ്പ മരിച്ചാൽ, എൻ്റെ ഉമ്മ മരിച്ചാൽ, എൻ്റെ ഭാര്യ മരിച്ചാൽ, എൻ്റെ മക്കൾ മരിച്ചാൽ ഞങ്ങളെ കൊണ്ടുപോയി അടക്കുന്നത് ഈ കാട്ടുപുറം പള്ളി എന്നുണ്ട്. വടുതല കാട്ടുപുറം പള്ളി, അവിടെയാണ് ഞങ്ങളെ അടക്കുന്നത്. ഈ കാട്ടുപുറം പള്ളിയുടെ ഉള്ളിൽ വെച്ചാണ് വളപ്പുൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ മഹാനവറുകൾ ഉസ്താദ് ഈ ബദർ മൗലൂദ് എഴുതിയത്. അപ്പോൾ അൽഹംദുലില്ലാ, ബദരീങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വലിയൊരു ബന്ധം അല്ലാഹു തആല നിലനിർത്തി തരട്ടെ നമുക്ക് എല്ലാവർക്കും. വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ മഹാപണ്ഡിതനാണ്. ബദർ മൗലിദിന്റെ രചയിതാവാൻ മാത്രമല്ല, ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന മിക്ക വലിയ പണ്ഡിതന്മാരുടെയൊക്കെ ഗുരുവാണ് മഹാനായ ഈ വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ. ബദർ മൗലൂദ് മാത്രമല്ല, ബദർ മൗലൂദുമായി ബന്ധപ്പെട്ട് ഒരുപാട് രചനകൾ വീണ്ടും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഈ ബദരീങ്ങളുമായി ബന്ധപ്പെട്ട് ബദർ മൗലൂദ് ഉണ്ട്, ബദർ ബൈത്ത് ഉണ്ട്, അതുപോലെ ബദർ ഞായത്തുണ്ട്, അസ്മാ ഉൽ ബദർ ഉണ്ട്, ബദർ റാത്തീബ് ഉണ്ട്, ബദർ മാലയുണ്ട്, ബദർ പടപ്പാട്ടുണ്ട്. ഇങ്ങനെ ബദരീങ്ങളുമായി ബന്ധപ്പെട്ട് പല പ്രകീർത്തനങ്ങൾ പല രൂപത്തിലും ആളുകൾ എഴുതിയിട്ടുണ്ടെങ്കിലും എല്ലാവരും ഏറ്റുപിടിക്കുന്നത് ഈ ബദർ മൗലൂദാണ്. ബദർ മൗലൂദ് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലും അതുപോലെ വിദേശ ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ മറ്റ് രാജ്യങ്ങളിലൊക്കെ പോലും അവിടെയുള്ള മുസ്ലിമീങ്ങൾ പലപ്പോഴായി ഈ ബദർ മൗലൂദ് പാരായണം ചെയ്യാറുണ്ട്. എന്തുമാവട്ടെ, ഈ ബദർ മൗലൂദ് അൽഹംദുലില്ലാ അത് വലിയ റാഹത്താണ്. അത് ഓതാനും അത് ഓതിക്കഴിയുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷവുമാണ്. അല്ലാഹു തആല നമുക്ക് ബദരീങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള മഹാസൗഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബദരീങ്ങളുടെ പേരിന് വലിയ മഹത്വമുണ്ട് കേട്ടോ. ബദരീങ്ങളുടെ പേരിന് വലിയ മഹത്വമുണ്ട്. നമുക്ക് ഈ മിഷ്കാത്തുൽ മസാബിഹ് എന്ന് പറയുന്ന ഒരു ഹദീസിന്റെ കിതാബുണ്ട്. ഹദീസ് ഇങ്ങനെ ക്രോഡീകരിക്കപ്പെട്ട കിതാബ്, അതിന്റെ ഷറഹ് ഉണ്ട്, മിർക്കാത്ത് എന്നാണ്. ആ മിർക്കാത്തിലൊരു സംഭവം കാണാം. അതായത് ഈ മുൻകാലങ്ങളിൽപ്പെട്ട വലിയൊരു മഹാൻ അദ്ദേഹം ഹജ്ജിന് പോവുകയാണ്. ഹജ്ജിന് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരുപാട് സ്വർണ്ണ നിധികളും അതുപോലെ തന്നെ സ്വർണ്ണ നാണയങ്ങളും ദിർഹമുകളും ദീനാറുകളൊക്കെ ഒരുപാട് സമ്പന്നനായ ഒരു മഹാനാണ്. അപ്പൊ അദ്ദേഹം ഹജ്ജിന് പോയി തിരിച്ചു വന്നപ്പോൾ ആ നാട്ടിലുള്ള ഒരു വലിയ കൊള്ള സംഘത്തിന്റെ തലവൻ അയാൾ വന്നിട്ട് ഈ മഹാനെ കണ്ടിട്ട് ചോദിച്ചു, അതെ ഒരു കാര്യം ചോദിക്കാനുണ്ട്, നിങ്ങൾ എവിടെ പോയതാ? ഞാൻ ഹജ്ജിന് പോയതാ. ഈ ഹജ്ജിന് പോയപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ആരെങ്കിലും കാവലേൽപ്പിച്ചോ
ഇല്ലല്ലോ. എന്താണ്? ഞാനൊരു കൊള്ളത്തലവനാണ്, ഞാനൊരു കള്ളന്മാരുടെ നേതാവാണ്, ഞാൻ പലപ്പോഴും നിങ്ങളുടെ വീട്ടിൽ മോഷ്ടിക്കാൻ വേണ്ടി കയറാൻ ഒരുങ്ങിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ നിന്നും വാളുകൾ കൊണ്ടുള്ള ശബ്ദം കേൾക്കുന്നു. വാൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുന്ന ശബ്ദം കേട്ടിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് കയറാനേ പറ്റിയിട്ടില്ല, ഞങ്ങൾക്ക് പേടിയായിട്ട് ഞങ്ങൾ പുറത്തു തന്നെ നിൽക്കുകയാ, ഉള്ളിൽ ആരോ ഉണ്ട്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അത് പറയുമ്പോൾ എനിക്ക് തന്നെ എന്തോ ഒരു വല്ലാത്തൊരു രോമാഞ്ചമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ബക്കറയിലാണല്ലോ ആയത്തുൽ കുർസി ഉള്ളത്. ആയത്തുൽ കുർസിയുടെ അവസാനം ഒരു ആയത്തുണ്ട്, വലാ യഊദുഹു ഹിഫ്ദുഹുമാ വഹുവൽ അലിയുൽ അദീം എന്ന ആ ആയത്തും പിന്നെ ബദരീങ്ങളായ സ്വഹാബിമാർ 313 ബദരീങ്ങൾ, ആ ബദരീങ്ങളുടെ പേരും ഞാൻ എഴുതി എൻ്റെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആ ഒരൊറ്റ കാര്യമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു, ആ ഒരൊറ്റ കാരണമാണ് നിങ്ങളുടെ വീട് ഞങ്ങളിൽ നിന്നും സുരക്ഷിതരാക്കി. അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കയറി കൊള്ളയടിച്ചിട്ടുണ്ട്, പക്ഷേ നിങ്ങളുടെ വീട്ടിൽ കയറാൻ തുടങ്ങുമ്പോൾ, ഞങ്ങൾ വീട്ടിൽ കയറാൻ ഒരുങ്ങുമ്പോൾ ഒരു വാളുകൊണ്ട് വെട്ടുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കയറിയില്ല, ഞങ്ങൾ പേടിച്ചു മാറി എന്നാണ്. അപ്പോൾ ഈ ബദരീങ്ങളുടെ പേരിനൊക്കെ വലിയ മഹത്വമുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ബറക്കത്തിന് വേണ്ടി നമ്മൾ ബദർ മൗലൂദ്, ആ ബദർ മൗലൂദിന് മൊത്തം 5 ഹിക്കായത്തും 5 ബൈത്തും ഉണ്ട്. നമ്മൾ ബറക്കത്തിന് വേണ്ടി ആദ്യത്തെ ഹിക്കായത്തും അതിന്റെ ബൈത്തും പിന്നെ അവസാനത്തെ ബൈത്തും നമുക്ക് ഇൻഷാ അല്ലാഹ് വേഗത്തിൽ ചൊല്ലാം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, പടച്ചവൻ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله الذي هدانا إلى ملة الحنيفية وأنهلنا منه ميا قوله تعالى ولقد كرمنا بني آدم كأساة سنية وعلنا من إقداح خصوص قوله تعالى كنتم خير أمة أخرجت للناس سائغة هنية وشرفنا بحبيبه المصطفى من الجبلة البشرية محمد المبعوث بالدين الحق المؤيد بالآيات الباهرات العلية فسبحان من شيد أركان دينه بالنبي وصحابه الذين وصفهم بقوله تعالى محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما وفضل من أصحابه المجاهدين وذلك قوله تعالى وفضل الله المجاهدين على القاعدين أجرا عظيما درجات منه ومغفرة ورحمة وكان الله غفورا رحيما وفضل منهم الشهداء البدريين الذين بذلوا لله وللرسول نفوسهم الزكية وشرفهم وجعل في قراءة أسمائهم وتبصل بهم فوائد جلية رضي الله عنهم ونفعنا بهم في الدارين ببركتهم العلية وصلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا. നമ്മൾ ഇത്രയും പറഞ്ഞത് മഹാന്മാരായ ബദരീങ്ങളുടെ ശ്രേഷ്ഠതയാണ്, അവരുടെ മഹത്വമാണ് ഹദീസുകളും അതുപോലെ തന്നെ ഖുർആൻ ആയത്തുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഇതിൻ്റെ ആദ്യത്തെ ഹിക്കായത്ത് നമ്മൾ പറയുന്നു. ഇനി അതിനുശേഷം ബദരീങ്ങളെ പുകഴ്ത്തി അവരുടെ മഹത്വം പറഞ്ഞിട്ടുള്ള ചെറിയ ഒരു ബൈത്താണ്. ഇങ്ങനെയാണ് ഓരോ ഹിക്കായത്തിലും ബൈത്തിലും നമ്മൾ ബദരീങ്ങളുടെ മഹത്വം, അവരുടെ ശ്രേഷ്ഠതകൾ, അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലുണ്ടായ അത്ഭുതങ്ങൾ, അവരെ തവസ്സുലാക്കി ദുആ ചെയ്തപ്പോൾ ഉണ്ടായ അത്ഭുതങ്ങളൊക്കെയാണ് നമ്മൾ ഈ ബദർ മൗലിദിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ആദ്യത്തെ ഹിക്കായത്തിൻ്റെ ബൈത്തിലേക്ക് കടക്കുകയാണ്. رضي الله عن أهل البدر رضي الله عن شهدائي رضي الله عن أهل البدر رضي الله عن شهدائي رضي الله عن أهل البدر رضي الله عن شهدائي صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية على للإله الحمد في كل لحظة على ما هدانا
മില്ലതൻ ഖൈറ മില്ലതി സ്വലാത്തും വതസ്ലീമു വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയതി وكرمنا فضلا علينا بأحمد نبي الهدى ماحي ردى ورزيتي صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية رسول دعا الكفار للحق فالأولى كفوا اهتدوا والفوز نالوا بجملتي صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية ومن مانعوا منه فأردوا وأهلكوا بأنواع تعذيب وأصناف نقمتي صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية وأيده بالمعجزات وبالأولى هم شيدوا دين الإله بنصرتي صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية وجادوا بأموال وباعوا نفوسهم لدين الهدى في كل موطن غزوتي صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية وشرف منهم أهل بدر إلهنا بأنواع آلاء وأعلى مزيتي صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية وفي مدحهم جاء الكتاب والسنة كفاهم لهن الكتاب وسنتي صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية وصلى على الهادي وآل وصحبه صلاة مع التسليم رب البرية صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. ഇതൊന്നാമത്തെ ഹിക്കായത്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഹിക്കായത്ത് തുടങ്ങുന്നത് വഖാലല്ലാഹു സുബ്ഹാനഹു വതആല വലാ തഹ്സബന്നല്ലദീന ഖുതിലു എന്ന് തുടങ്ങുന്ന ആയത്ത് വെച്ചാണ് രണ്ടാമത്തെ ഹിക്കായത്ത്. അങ്ങനെ ആ രണ്ടാമത്തെ ഹിക്കായത്ത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ബൈത്ത് എന്ന് പറഞ്ഞാൽ മൗലായ സല്ലി വസ എന്ന് തുടങ്ങുന്ന ആ ഈരടിയുള്ള റീളാഉ റബ്ബിയ അൻ സദാതിനൽ കുബ്റ എന്ന് തുടങ്ങുന്ന പദ്യമാണ്. പിന്നെ അത് കഴിഞ്ഞ് വഹുക്കിയ അൻ സയ്യിദ് ബിൻ ഉക്കൈലിൻ റഹിമഹുല്ലാ എന്ന് തുടങ്ങുന്ന ഒരു ഹിക്കായത്താണ് പിന്നെ ആ മൂന്നാമത്തെ ഹിക്കായത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ യാ റബ്ബി സ്വല്ലി അലൻ നബിയ്യി മുഹമ്മദി മുൻജിൽ ഖലായികി മിൻ ജഹന്നമ ഫീ ഗദി നഫഹാത്തു റബ്ബിൽ അർശി ഹക്കൻ തക്സുറു എന്ന് തുടങ്ങുന്ന ബൈത്താണ് പിന്നെ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നാലാമത്തെ ഹിക്കായത്ത് ഖാല ഷെയ്ഖു ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മഹുല്ലാ എന്ന് തുടങ്ങുന്ന നാലാമത്തെ ഹിക്കായത്ത്. ആ നാലാമത്തെ ഹിക്കായത്ത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ബൈത്ത് ഉണ്ട്. അതിൻ്റെ ബൈത്ത് മുറാദിയ മുറാദിയ മുറാദി മുറാദി അഹ്ല ബദരിയ മുറാദി എന്ന് തുടങ്ങുന്ന ആ ബൈത്താണ്.
പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത 313 സ്വഹാബിമാരുടെ പേരുകൾ ഓരോന്നും പറഞ്ഞ് നമ്മൾ പിന്നെ തവസ്സുൽ ബൈത്തിലേക്ക് പ്രവേശിക്കുന്നത്. അത് വദക്കറു ശൈഖു ദാറാനിയു റഹിമഹുല്ലാ അന്നഹു സമിഅ മിൻ മശായിഖിൽ ഹദീസ് എന്ന് തുടങ്ങുന്നു. അതായത് ഈ ബദരീങ്ങളുടെ പേര് ഒരു മനുഷ്യൻ പറഞ്ഞിട്ട് അന്ന ദുആ മുസ്തജാബുൻ, ദുആക്ക് ഉറപ്പാണ്, ഉത്തരം കിട്ടും ബദരീങ്ങളുടെ പേര് പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്താലെന്നും. എന്നിട്ട് പിന്നെ ബദരീങ്ങളുടെ പേര് പറയുന്നു, നബിയിന വ സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബീ ബക്കറിൻ റളിയല്ലാഹു അൻഹും വ ഉമറ റളിയല്ലാഹു അൻഹും വ ഉസ്മാന റളിയല്ലാഹു അൻഹും വ അലിയൻ റളിയല്ലാഹു. അങ്ങനെ ഓരോ സ്വഹാബിമാരുടെ പേരിങ്ങനെ 313 സ്വഹാബിമാരുടെ പേരുകൾ പറഞ്ഞ് അവസാനം വബിസായിരി സ്വഹാബത്തി അജ്മഈൻ റിദ്വാനുല്ലാഹി തആല അൻഹും അൻ തഹ്ഫദനാ മിൻ ജമീഇൽ ബലായ വശുറൂർ. അല്ലാഹുവേ പടച്ചോനെ, എല്ലാ ഷറുകളെ തൊട്ടും ബലാകളെ തൊട്ടും ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അതുപോലെ തന്നെ വൻ തൂരിസനാബി ഖലായി ഹാജാത്തിനൽ ഫറഹ വസ്സുറൂർ, റബ്ബേ ഞങ്ങൾക്ക് സന്തോഷം തരണേ അല്ലാ, ഫറഹ് അല്ലെ സന്തോഷം തരണം, വിജയം തരണം, ഞങ്ങളുടെ ഹാജത്തുകളെ നീ വീട്ടിത്തരണം. അതുപോലെ തന്നെ ഞങ്ങളെ നീ ഖിയാമത്ത് നാളിൽ എന്താക്കണം, മിൻ ഇബാദിക സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ അടിമകളിലാക്കണം എന്നൊക്കെ പറഞ്ഞ ചെറിയൊരു ദുആ. അത് കഴിഞ്ഞ് പിന്നെ തവസ്സുൽ ബൈത്ത് തുടങ്ങുകയാണ്. പക്ഷേ നമുക്കൊന്ന് വേഗത്തിൽ തവസ്സുൽ ബൈത്ത് ഒന്നിച്ച് ചൊല്ലിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ദ്വാരക്കാം. അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽ ഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്, ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വന്നിഖ്മ വമിൻ ഹമ്മിൻ വമിൻ ഗുമ്മ ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. إلهي نجنا واكشف جميع دية وسريف مكائد العدا والطوف بأهل البدر يا الله، إلهي نفس الكربا عن العاصين والعتبا وكل بلية ووبا بأهل البدر يا الله، صلاة الله سلام الله على طه رسول الله، صلاة الله سلام الله على ياسين حبيب الله. فكم من حمية حصلت وكم من ذلة فصلت وكم من نعمة وسلت بأهل البدر يا الله، وكم أغنيت ذا العسر وكم موليت ذا الفقر وكم عافيت ذا الوزر بأهل البدر يا الله، صلاة الله سلام الله على طه رسول الله، صلاة الله سلام الله على ياسين حبيب الله. لقد ضاقت على القلب جميع الأرض مع رحبي، فأنج من البلاء الصعب بأهل البدر يا الله. أتينا طالب الرفد وجل الخير والسعد، فوسع منحة الأيدي بأهل البدر يا الله، صلاة الله سلام الله على طه رسول الله، صلاة الله سلام الله على ياسين حبيب الله.
فلا تردد مع الخيبة بل اجعلنا على الطيبة أيا ذا العز والهيبة بأهل البدر يا الله وإن تردد فمناتي لنيل جميع حاجاتي أيا جال الملمات بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي اغفر وأكرمنا بنيل مطالب منا ودفع مساءة عنا بأهل البدر يا الله إلهي أنت ذو لطف وذو فضل وذو عطف وكم من قربة تنفي بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وصل على النبي البدي بلا حد ولا حصر وآل سادة غري وأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞ, നമ്മൾ ഓതിയ, നമ്മൾ ചൊല്ലിയ ബദരീങ്ങളുടെ അനുസ്മരണം നമ്മൾ നടത്തി ചെറുതായിട്ട്. ബദരീങ്ങളുടെ പേരിൻ്റെ മഹത്വം നമ്മൾ പറഞ്ഞു. ബദരീങ്ങളുടെ പേര് എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് പറഞ്ഞു. ബദർ മൗലിദ് ഓതേണ്ട രൂപം നമ്മൾ പറഞ്ഞു. അതിൻ്റെ ആദ്യത്തെ ഹിക്കായത്ത് നമ്മൾ ഓതി. അത് കഴിഞ്ഞ് അതിന് ശേഷമുള്ള ബൈത്ത് നമ്മൾ പാരായണം ചെയ്തു. പിന്നെ അവസാനത്തെ തവസ്സുൽ ബൈത്തും നമ്മൾ ഓതിയിട്ടുണ്ട്. അള്ളാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ബദരീങ്ങളുടെ ബറക്കത്ത് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ എമ്പാടും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ബദർ മൗലിദ് നിങ്ങൾക്ക് ആദ്യത്തെ ഹിക്കായത്ത്, അതിന് ശേഷമുള്ള ബൈത്ത്, പിന്നെ രണ്ടാമത്തെ ഹിക്കായത്ത്, അതിന് ശേഷമുള്ള ബൈത്ത്, അത് നമുക്ക് ആ സമയം സാഹചര്യം പോലെ നമുക്ക് ഓതാം. മുഴുവനും ഓതിയാൽ ഏറ്റവും വലിയ ഖൈറാൻ. പള്ളികളിലൊക്കെ മുഴുവൻ ഓതാറുണ്ടാകും. അപ്പോൾ ബദർ മൗലിദ് ഓതിക്കഴിഞ്ഞാൽ പിന്നെ ഒരു യാസീൻ ബദരീങ്ങൾക്ക് വേണ്ടി ഓതുന്ന പതിവ് പണ്ട് തൊട്ടേ നമുക്കുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സദസ്സിൽ നമ്മൾ ഓതുന്നില്ല, അല്ലാതെ സ്വന്തമായി എല്ലാവരും ബദരീങ്ങളുടെ പേരിൽ ഒരു യാസീനൊക്കെ ഓതി ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രയാസങ്ങൾ മാറാനും പ്രശ്നങ്ങളൊക്കെ മാറാനും അതുപോലെ ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാവാൻ വേണ്ടി എല്ലാവരും ദ്വാരക്ക്. ഇപ്പോൾ നമ്മൾ ഓതിയതിൻ്റെ ബർക്കത്ത് കിട്ടാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ദ്വാരക്കുകയാണ് ഇൻഷാ അല്ലാഹ്. നമുക്ക് നാളെ ബദരീങ്ങൾക്ക് വേണ്ടി ഒരു യാസീൻ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശാലമായിട്ട് ദ്വാരക്കാം. ഇൻഷാ അല്ലാഹ് നമ്മളിപ്പോൾ ചെറിയൊരു രൂപത്തിൽ ദ്വാരക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ ലഹ്വാലി വൽ ബലിയാത് വതുസല്ലിമുനാ ബിഹാ മിൻ ജമീഇൽ അസ്ഖാമി വൽ ആഫാത് വതുതഹിറുനാ ബിഹാ മിൻ ജമീഇസ് സയ്യിആത് വതഗ്ഫിറു ലനാ ബിഹാ ജമീഅൽ الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك أعلى الدرجات وتبلغنا بها قصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم وبالشهداء البدريين وبسائر الصحابة أجمعين أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام وأن تدفع عنا وعن أهل بلدنا وبيتنا هذا السم الناكع والداء القامع والوباء القاطع إنك مجيب سامع وأن تصرف عنا الطاعون والبلاء. اللهم نور بالعلم قلوبنا واستعمل بطاعتك أبداننا وخلص من الفتن أسرارنا واشغل بالاعتبار أفكارنا. الله
അല്ലാഹുമ്മ ഗ്ഫിർ ലനാ മാ സലഫ മിൻ ദുനൂബിനാ വഅസിംനാ ഫീമാ ബഖിയ മിൻ അഅമാലിനാ അല്ലാഹുമ്മ ലാ തുആഖിദ്നാ ബിസൂഇ അഫ്ആലിനാ വലാ തുഹ്ലിക്നാ ബിഖതായാനാ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക അൻ തുഈദനാ മിൻ അദാബിൽ ഖബ്ർ വതുഅ്മിനനാ മിനൽ ഫസഇൽ അക്ബർ വതുൻജിയനാ അൻ ദാരിൽ ബവാർ വതുസ്കിനൽ ഫിർദൗസ മിൻ ദാരിൽ ഖറാർ ബിഹഖി മുഹമ്മദിൻ വആലിഹിൽ അബ്റാർ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളുടെ സദസ്സും ഞങ്ങളുടെ ദുആയും നീ സ്വീകരിക്കണേ റഹ്മാനെ. പരിശുദ്ധരായ ബദ്രീങ്ങളോടൊപ്പം ഞങ്ങൾക്ക് നീ സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള തൗഫീക്ക് തരണേ അല്ലാഹ്. ബദ്രീങ്ങളെ പറ്റി പറയാനും അവരുടെ കൂടെ സ്വർഗ്ഗത്തിൽ കടക്കാനും ഞങ്ങൾക്ക് നീ മഹാഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്കെല്ലാവർക്കും നീ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് തരണേ അല്ലാഹ്. ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചവരാണ്, എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് പേര് ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അവരുടെയും ഞങ്ങളുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് വിഷമങ്ങളുള്ളവരുണ്ട്, സങ്കടങ്ങളുള്ളവരുണ്ട്, എല്ലാം നീ മാറ്റിത്തരണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, എല്ലാവരുടെയും എല്ലാ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ബദരീങ്ങൾ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചവരാണല്ലോ റബ്ബെ. അവരെ പോലെ ബുദ്ധിമുട്ട് സഹിക്കാൻ ഞങ്ങൾക്ക് ഈമാനില്ല അല്ലാ, തഖ്വയില്ല അല്ലാ. റബ്ബെ, ഞങ്ങൾക്ക് മരിക്കുന്ന സമയത്ത് ഈമാനും ഇസ്തിഖാമത്തും തവക്കുലും നീ തരണേ അല്ലാ. റബ്ബെ പടച്ചവനെ, ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. പ്രത്യേകിച്ച് റമളാനിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ആരെല്ലാം എന്തെല്ലാം കമന്റുകൾ രേഖപ്പെടുത്തുന്നു, എഴുതുന്നു, അല്ലാതെ ഫോണിൽ വിളിച്ചും നേരിട്ടൊക്കെ പറയുന്നവരുണ്ട്. എല്ലാവരുടെയും എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, അഭിമാനം നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കൾ പരീക്ഷ എഴുതുകയാണ്, എഴുതി കഴിഞ്ഞിരിക്കുന്നു, ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ ദുനിയാവും ആഖിറവും വിജയിപ്പിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇന്നത്തെ ക്ലാസ് പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. അസ്ഹാബുൽ ബദർ, ബദരീങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു, ബദരീങ്ങളുടെ മഹത്വം പറഞ്ഞു, ബദരീങ്ങളുടെ പേരിന് പോലും വലിയ ശ്രേഷ്ഠതയുണ്ട് എന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായി. ബദരീങ്ങളുടെ പുണ്യമായ ആ ഒരു രചന, ബദരീങ്ങളെ പറ്റിയുള്ള പുണ്യമായ രചന ബദർ മൗലൂദ്. ആ ബദർ മൗലൂദ് ആരാണ് രചിച്ചത്, പിന്നെ അദ്ദേഹത്തിന്റെ ചെറിയൊരു ചരിത്രമൊക്കെ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബദർ മൗലൂദിന്റെ ആദ്യത്തെ ഹിക്കായത്ത് നമ്മൾ ഓതി, അൽഹംദുലില്ലാ. പിന്നെ നിങ്ങൾ ഒരു ഹിക്കായത്തെങ്കിലും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം ഓതാൻ വിട്ടുപോകണ്ട. ബദറിന്റെ ഒന്നാമത്തെ ഹിക്കായത്ത് നമ്മൾ ഇന്ന് ഓതിയിട്ടുണ്ട്. പിന്നെ അവസാനത്തെ തബസ്സുൽ ബൈത്ത് നമ്മൾ ഓതിയിട്ടുണ്ട്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ദുആയും ചെയ്തിട്ടുണ്ട്. പടച്ചവനെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ സ്വർഗ്ഗത്തിൽ ആ ബദരീങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കാൻ, ഒരുമിച്ചിരിക്കാൻ അല്ലാഹു നമുക്ക് മഹാസൗഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.